ഹലോ ഗായ്സ്, അപ്പോൾ ഫൈനലി അലക്സാണ്ടർ കൊയ്ഫ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു ഗ്രേറ്റ് സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക്. അപ്പോൾ മിലോസിനൊപ്പം നമുക്ക് മറ്റൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 32 വയസ്സുകാരനായ ഫ്രഞ്ച് ഡിഫൻഡറിനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ളത്, അലക്സാണ്ടർ കൊയ്ഫ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ റിപ്പോർട്ടുകൾ വന്നതാണ് IFT ന്യൂസ് മീഡിയ ഹിയർവിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ ചെയ്ത കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെയാലും ഒഫീഷ്യലിനായിട്ട് നമ്മൾ കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നത്. എങ്ങനെയാലും ഇന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത്. ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിട്ടുള്ളത് 2025 വരെയൊക്കെയുള്ള. അപ്പോൾ കൊയ്ഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെർസറ്റാലിറ്റി തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ഡിഫൻസിൽ സെൻറ്റർ ബാക്കായിട്ട്, അതുപോലെ റൈറ്റ് ബാക്കായിട്ട്, ലെഫ്റ്റ് ബാക്കായിട്ടൊക്കെ കളിക്കും. അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കും. അപ്പോൾ വിവിധ പൊസിഷനിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കളിച്ചിട്ട് സെൻറ്റർ ബാക്ക് ആയിട്ടാണ് 76ഓളം മത്സരം. പിന്നെ അതുപോലെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് പിന്നെ ഏറ്റവും കൂടുതൽ കളിച്ചിട്ട് 56ഓളം മത്സരം. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് 39ഓളം മത്സരം കളിച്ചിട്ടുണ്ട്. കരിയറിൽ ഒന്നാകെ 300-ലധികം മത്സരം കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ പറയേണ്ടത് ലീഗ് 1 ഫ്രഞ്ച് ലീഗിൽ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് 1 കളിച്ചിട്ടുണ്ട്. അതുപോലെ ലാ ലീഗയിൽ പുള്ളി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റാലിയൻ സീരിയയിലും കളിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ സീരിയ സെക്കൻഡ് ഡിവിഷനിലാണ് കളിച്ചത്. അതുപോലെ ലാ ലീഗ സെക്കൻഡ് ഡിവിഷനിലും ലാ ലീഗ 2ലും പന്ത് തട്ടിയിട്ടുണ്ട്. അങ്ങനെ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും കളിച്ചിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ പുള്ളിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത്. ഒരു സെൻറ്റർ ബാക്കും അതുപോലെ റൈറ്റ് ബാക്ക് DMF അത് കളിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഗോളുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല നല്ല ഗോളുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ഇപ്പോൾ താരം വന്നതോടുകൂടി തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. 10 ഗോൾ അതുപോലെ 12 അസിസ്റ്റൊക്കെ അതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ താരത്തെക്കുറിച്ച് മറ്റൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് താരത്തിൻ്റെ ഈ റെഡ് കാർഡുകൾ, ഒരു ഡിഫൻഡർ എന്ന നിലയിൽ നമ്മൾ റെഡ് കാർഡൊക്കെ ഒന്ന് പരിശോധിക്കും. നല്ല ക്ലീൻ ടാക്കിളും കാര്യങ്ങളൊക്കെ താരത്തിൻ്റെ കീഴിൽ കാണാൻ സാധിക്കുന്നത്. ടാക്ലിംഗ് ഒക്കെ പക്ക. ഒരു ആകെ കരിയറിൽ 300 ജില്ലാ മത്സരം കളിച്ചിട്ട് വെറും 3 റെഡ് കാർഡ് മാത്രമാണ് പുള്ളിക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് ഒരു ഡിഫൻഡർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗുഡ് സ്റ്റാറ്റ്സ് ആണ്. അപ്പോൾ ഇനി പുള്ളി ലാലിഗയിൽ കളിച്ചതെന്ന് വെച്ചാൽ ഗ്രാനഡ FCക്ക് വേണ്ടിയാണ് ഇതിൽ കളിച്ചിട്ടുണ്ടായി, ലാലിഗ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ലീഗ് 1 ലെൻസിന് വേണ്ടി 56ഓളം മത്സരം കളിച്ചിട്ടുള്ള ഒരു കളിച്ചിട്ടുണ്ട്. അതുപോലെ RCD മലോർക്ക എന്ന് പറഞ്ഞുള്ള മറ്റൊരു സ്പാനിഷ് സൈഡ് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പുള്ളി കളിച്ചത് SM കൈന് അങ്ങനെ എന്തോന്ന് ആ ടീമിൻ്റെ പേര് തന്നെ. ഫ്രഞ്ച് ലീഗ് സെക്കൻഡ് ഡിവിഷനിലാണ് ലാസ്റ്റ് സീസണിൽ കളിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. അവിടെ 23ഓളം മത്സരമാണ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. 1000 എത്ര മിനിറ്റാണ് അവിടെ പന്ത് തട്ടിയിട്ടുള്ളത്. ചില മത്സരങ്ങളൊക്കെ ബെഞ്ചിലായിരുന്നു, എന്നാലും കളിച്ച കളിയിലൊക്കെ 90 മിനിറ്റ് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 3 അസിസ്റ്റും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചാണ് കാണുന്നത്. പിന്നെ സെൻറ്റർ ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും പുള്ളി കളിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു അഡീഷനാണ്. നമ്മുടെ ഒരു മെയിൻ സെൻറ്റർ ബാക്ക് ഈ പുള്ളി തന്നെ ആവുമെന്നാണ് തോന്നുന്നത്. അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിഡ്ഫീൽഡിൽ ഒരു ഫോറിൻ പ്ലെയർ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നല്ലൊരു സൈനിങ് ആയിട്ട് തന്നെ 32 വയസ്സുണ്ട്, ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലാസ്റ്റേഴ്സിൽ വന്ന് എങ്ങനെ കളിക്കുമെന്നുള്ളത് അത് കണ്ട് തന്നെ അറിയണം. എന്തായാലും ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ IFT ന്യൂസ് മീഡിയ അതോടുകൂടി തന്നെ മറ്റൊരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൈനിങ് കൂടി ഇനി ബാക്കിയുണ്ട്. ഇപ്പോൾ എങ്ങനെയാലും ജോഷുവ സൊട്ടീരിയോ പുറത്തേക്ക് പോകുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇനി ഒരു സൈനിങ് കൂടി നമുക്ക് വരാനുണ്ട്. അത് ഫോറിൻ സ്ട്രൈക്കറാണ്. അപ്പോൾ ഒരു ടോപ്പ് ഫോറിൻ സ്ട്രൈക്കറെ തന്നെ, യൂറോപ്പിലെ ഒരു ടോപ്പ് ഫോറിൻ സ്ട്രൈക്കറെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ വക്കത്തെത്തിയിട്ടുണ്ട്. മീൻസ് അഡ്വാൻസ് സ്റ്റോക്കിലാണ് അത് ആരുമായിട്ടെന്നാണ് ഇപ്പോൾ IFT ന്യൂസ് മീഡിയ പറയുന്നത്. എങ്ങനെയാലും അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ അലക്സാണ്ടർ കൊയ്ഫിൻ്റെ കാര്യം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൈനിങ് ഇനി സ്ട്രൈക്കറിൻ്റെ സൈനിങ് ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.